ഹലോ ട്രെയിനീസ്, കോർണർ മേക്കിങ്സ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ കോർണറുകളും അവയുടെ സവിശേഷതകളും വിവരിക്കാൻ കഴിയും. ബാൻഡിങ്ങും ബയസ് ഫേസിങ്ങും ഉപയോഗിച്ച് മിട്രിംഗ് വിശദീകരിക്കാനും തൂവാലയുടെ കോർണറുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അറിയാനും സാധിക്കും. കൂടാതെ സ്ട്രിപ്പുകളുടെ കോർണറുകൾ മിട്രിങ്ങിലൂടെ തയ്യാറാക്കുന്നതിനുള്ള നടപടികളും വിശദമാക്കാം. രണ്ട് അറ്റങ്ങൾ തമ്മിൽ യോജിക്കുമ്പോഴാണ് കോർണറുകൾ ഉണ്ടാകുന്നത്. പുതപ്പുകൾ, നാപ്കിനുകൾ, ടേബിൾ ക്ലോത്ത്, തലയിണ മുതലായവയിലെ സമചതുരാകൃതിയിലുള്ളതും ചതുരാകൃതിയിലുള്ളതുമായ കോർണറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വ്യത്യസ്തങ്ങളായ രീതികളിലൂടെ പൂർത്തിയാക്കുന്നതിനാൽ കോർണറുകളായി യോജിക്കുന്ന ഭാഗത്ത് നിരവധി ലെയറുകൾ കാണാം. ഓവർലാപ്പിംഗ് കോർണറുകൾ അല്പം വീർത്തതാണ്. അതുകൊണ്ട് പുതപ്പുകൾ, നാപ്കിനുകൾ, ടേബിൾ ക്ലോത്ത്, തലയിണ, തൂവാല എന്നിവ നിർമ്മിക്കുന്നത് കനം കുറഞ്ഞ തുണി ഉപയോഗിച്ചാണ്. പൂർണ്ണമായും തുറന്ന മുൻവശമുള്ള വസ്ത്രങ്ങളിലെ ഹെമ്മിനും ഇതേ രീതിയാണ്. ഓവർലാപ്പിംഗ് കോർണറുകളിലെ ചില വ്യത്യസ്തതകൾ നോക്കാം. രണ്ടറ്റങ്ങളിലും ഒരേ നിറത്തിലുള്ള ഹെം ഉണ്ടെങ്കിൽ അഥവാ നീളത്തിലോ വീതിയിലോ ഉള്ള ഹെം, നമുക്ക് സമചതുരാകൃതിയിലുള്ള ഒരു കോർണർ ലഭിക്കും. അടിവശത്ത് നിന്ന് ചതുരാകൃതിയിൽ ഒരു കഷ്ണം മുറിച്ചു കളഞ്ഞ് കട്ടി കൂടിയ തുണികളിലെ കോർണറുകളുടെ വണ്ണം കുറയ്ക്കാവുന്നതാണ്. ഒരു ഹെം വീതി മറുവശത്തേക്കാൾ ഹെമ്മിന് വലുതാണെങ്കിൽ പൂർത്തിയായ മൂലയിൽ ഒരു ചെറിയ ചതുരം രൂപപ്പെടും. രണ്ടറ്റങ്ങൾ യോജിച്ചുണ്ടാകുന്ന കോർണർ കോണോട് കോണാണെങ്കിൽ അവയെ മിട്രിംഗ് എന്ന് വിളിക്കും. കൃത്യമായി മടക്കിയാൽ മാത്രമേ നല്ലൊരു മിട്രിംഗ് ഉണ്ടാക്കാൻ സാധിക്കൂ. തുണിയുടെ അടിവശത്തുണ്ടാകുന്ന വണ്ണം കുറയ്ക്കാൻ യോജിക്കുന്ന ഭാഗം കോണോട് കോൺ മുറിച്ച ശേഷം തുറന്നു വെച്ച് അമർത്തുക. അരികുകളിലും ലൈനിലും ഹെം ഉണ്ടാകുന്നതിനാൽ മിട്രേഡ് കോർണർ വസ്ത്രത്തിന് വൃത്തിയുള്ള ഒരു ഫിനിഷ് ലഭിക്കും. മിട്രേഡ് കോണുകൾ കൃത്യമായി അടയാളപ്പെടുത്തുകയും യൂണിഫോം സീം അലവൻസ് ഉപയോഗിച്ച് മുറിക്കുകയും ചെയ്താൽ അവയുടെ നിർമ്മാണം എളുപ്പമാക്കാം. മിട്രേഡ് കോണുകൾ രണ്ട് ദിശകളിലായി പൂർത്തീകരിക്കാൻ സാധിക്കും. കോർണറിന് ചുറ്റും മിട്രേഡ് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അവ ഔട്ട്വേർഡ് കോർണർ ആണ്, അതായത് മേശത്തുണി, തലയിണ കവർ, ബെഡ് കവർ മുതലായവയിൽ ഉപയോഗിക്കുന്നത്. കഷ്ണം കോർണറിനകത്താണെങ്കിൽ അതൊരു ഇൻവേർഡ് കോർണർ ആണ്, അതായത് നെക്ക് ലൈനിൽ ഉപയോഗിക്കുന്നത്. മിട്രേഡ് കോർണറിലെ ചില വൈവിധ്യങ്ങൾ നോക്കാം. സ്വയം രൂപപ്പെടുന്ന കോർണറുകൾ മെറ്റീരിയലിന്റെ എതിർവശത്താണ് ഉണ്ടാകുക. ഇവയിൽ മെറ്റീരിയൽ അതേ വശത്തേക്ക് തിരിച്ചു മടക്കി വെക്കാം. ഇത്തരത്തിലുള്ള കോണുകൾ എല്ലായ്പ്പോഴും ഒരു ഔട്ട്വേർഡ് കോർണറുകൾ ആയിരിക്കും. ബാൻഡിങ്ങോട് കൂടിയ മിട്രിംഗ് എല്ലായ്പ്പോഴും ഒരു വസ്ത്രത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നു. ഒരു ബോർഡർ അലങ്കാരത്തിനോ അല്ലെങ്കിൽ നീളം ക്രമീകരിച്ച് ഉപയോഗിക്കാനോ ഇത് സഹായിക്കുന്നു. കുട്ടികളുടെ വസ്ത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ബാൻഡിംഗ് എല്ലായ്പ്പോഴും ഒരു ഡബിൾ ലെയറിലാണ് പൂർത്തിയാകുന്നത്. ചതുരാകൃതിയിലോ വി ആകൃതിയിലോ ഉള്ള നെക്ക് ലൈൻ ഫിനിഷുകൾക്കാണ് ബയസ് ഫേസിംഗ് ഉള്ള മിട്രിംഗ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇവിടെ ഫേസിംഗ് സ്ട്രക്ചബിൾ ആയിരിക്കും, അതിനാൽ ഒരു ബയസ് സ്ട്രിപ്പ് ഉപയോഗിക്കുന്നു. സ്ട്രെച്ചബിലിറ്റി കാരണം ഈ കോർണർ ഫിനിഷ് പരന്ന രൂപമായിരിക്കും. ബയസ് പീസ് ഒന്നുകിൽ റെഡിമെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഉപയോഗിച്ച് സ്വയം നിർമ്മിക്കാനും സാധിക്കും. കോർണറുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കോർണർ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ, കത്രിക, ഹാൻഡ് നീഡിൽ, മെഷറിംഗ് ടേപ്പ്, മെഷീൻ നീഡിൽ, കോട്ടൺ ഫാബ്രിക്, ത്രെഡ് തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും മെറ്റീരിയലുകളും നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുക. ആദ്യം ഒരു തൂവാല കൈകൊണ്ട് നിർമ്മിക്കാം. മെറ്റീരിയൽ 45x45 സെന്റിമീറ്റർ ഉള്ള രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കുക. മെറ്റീരിയലിന്റെ വലിപ്പവും മിൽ ഫ്ലോസും പരിശോധിക്കുക. മെറ്റീരിയൽ ചുരുക്കിയ ശേഷം അമർത്തുക. നാല് മുതൽ 6 വരെ സെന്റിമീറ്റർ വലിപ്പമുള്ള ട്രേസിംഗ് പേപ്പറിൽ ടെറിംഗ് ഡിസൈൻ ഉണ്ടാക്കി ഒരു പിൻ ഉപയോഗിച്ച് പുറം വരകൾക്ക് സുഷിരമിടുക. ഫിനിഷിങ്ങിന് ശേഷമുള്ള യഥാർത്ഥ അളവ് 40x40 സെന്റിമീറ്റർ ആയിരിക്കും. ഓരോ അരികിൽ നിന്നും A, B, C, D 4 സെന്റിമീറ്റർ പോയിന്റുകൾ അടയാളപ്പെടുത്തി അവയെ കൂട്ടിച്ചേർക്കുക.
മടക്കി അമർത്തി എ മുതൽ ഡി വരെയുള്ള ഒരു ഡയഗണൽ ലൈൻ സൃഷ്ടിക്കുക. ഡയഗണൽ ലൈനിൽ, അതായത് മോണോഗ്രാമിന്റെ സ്ഥാനം പോയിന്റ് എയിൽ നിന്ന് 10 സെന്റിമീറ്റർ അകലെ പോയിന്റ് ഇ അടയാളപ്പെടുത്തുക. തുണിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇ എന്ന അക്ഷരത്തെ അടിസ്ഥാനമാക്കി സെന്റർ മാർക്ക് ചെയ്യുക. ഡിസൈൻ നീല ലായനി ഉപയോഗിച്ച് തുണിയിലേക്ക് കൈമാറിയ ശേഷം പരത്തുക. കാർബൺ പേപ്പറിന്റെ സഹായത്തോടെയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. 2 സാഹചര്യങ്ങളിലും നിങ്ങൾ ആദ്യം കടലാസിൽ ഡിസൈൻ വരയ്ക്കണം. തൂവാലയുടെ എല്ലാ അരികുകളിൽ നിന്നും 4 സെന്റിമീറ്റർ അകലെയായി ഒരു ത്രെഡ് നീക്കം ചെയ്യുക. എല്ലാ വശങ്ങളിലും മാറി മാറി തുണിയുടെ മധ്യഭാഗത്തേക്ക് 3 ത്രെഡുകൾ കൂടി നീക്കം ചെയ്യുക. ഒരു എംബ്രോയിഡറി ഫ്രെയിമിന്റെ മധ്യഭാഗത്ത് തുണിയുടെ ലെറ്ററിംഗ് ട്രേസ് ചെയ്ത ഭാഗം ശരിയാക്കി വെച്ച ശേഷം സ്ക്രൂ ചെയ്യുക. ഫ്രെയിമിനുള്ളിൽ തുണി ടൈറ്റ് ആയിരിക്കണം. സ്റ്റേ, സാറ്റിൻ, ചെയിൻ ക്രോസ് സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത തുന്നലുകൾക്കായി അക്ഷരങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തുക. എംബ്രോയിഡറി ത്രെഡുകളുടെ കളർ സ്കീം തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത തുന്നലും ത്രെഡും ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ പൂർത്തീകരിക്കുക. സ്റ്റെയിൻ സ്റ്റിച്ചാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം റണ്ണിംഗ് സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് ഒരു ബോർഡർ ഉണ്ടാക്കുക. ശേഷം റണ്ണിംഗ് സ്റ്റിച്ചുകൾ മറയ്ക്കുന്ന തരത്തിൽ സ്റ്റെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ ഭാഗം പൂർത്തിയാക്കുക. കോർണറുകൾ കൈകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കുക. അരികുകൾ ഹെം സ്റ്റിച്ച് ഉപയോഗിച്ച് കൈകൾ കൊണ്ട് പൂർത്തിയാക്കുക. പൂർത്തിയാക്കിയ ശേഷം അമർത്തുക. ഒരു സാമ്പിൾ പീസിൽ മറ്റൊരു ടൈപ്പ് കോർണർ തയ്യാറാക്കുക. സെൽഫ് ടേൺ ഔട്ട് കോർണർ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ നോക്കാം. എല്ലാ അരികുകളിലും തുണിയുടെ എതിർവശത്തേക്ക് 0.5 സെന്റിമീറ്റർ തിരിക്കുക. കോർണർ മടക്കി നീക്കം ചെയ്ത ത്രെഡുകൾ നീക്കം ചെയ്ത് സൃഷ്ടിച്ച ഹോളിന്റെ മൂലയിലെ കോർണർ പോയിന്റ് സെറ്റ് ചെയ്യുക. 2 തുന്നലുകൾ ഉപയോഗിച്ച് പരിഹരിക്കുക. മൂലയുടെ ടേൺഡ് എഡ്ജ് ഹെം സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ക്കുക. തുണിയുടെ വലതുവശങ്ങൾ ഒന്നിച്ചിരിക്കുന്നതും ചേരുന്നതുമായ വിധത്തിൽ തൂവാല മടക്കുക. വിപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ച് അരികുകൾ കൂട്ടിച്ചേർക്കുക. അറ്റം പുറത്തേക്ക് തിരിക്കുക. അങ്ങനെ സി മുകളിലത്തെ അരികിലായിരിക്കും. മറ്റെല്ലാ കോണുകൾക്കും ഇതേ പ്രക്രിയ ആവർത്തിക്കുക. മിറ്ററിംഗ് വഴി നമുക്ക് സ്ട്രിപ്പുകളുടെ കോണുകൾ തയ്യാറാക്കാം. തലയിണ കവർ പീസിന്റെ നീളമുള്ള വശത്തിന്റെ 1/3 ഭാഗത്ത് പിന്നുകൾ ഉപയോഗിച്ച് സ്ട്രിപ്പ് പിടിപ്പിക്കുക. സ്ട്രിപ്പുകളുടെ മടക്കിയ വശം അകത്തേക്കായിരിക്കണം. കോർണറുകളിൽ സ്ട്രിപ്പുകളുടെ ജോയിന്റുകളിൽ നിന്ന് തുന്നൽ ആരംഭിക്കരുത്. സീം ലൈൻ ക്രോസിംഗിലെ കോർണറിൽ നിർത്തുക. തുണിയുടെ നേരെ ഡയഗണലായി സ്ട്രിപ്പുകൾ മടക്കുക. സ്ട്രിപ്പ് നേരെ കോണിലേക്ക് മടക്കുക. അങ്ങനെ മടക്കുകൾ സ്ട്രിപ്പ് എഡ്ജുമായി വിന്യസിച്ചിരിക്കുന്നു. ചെറുതായി അമർത്തുക. തലയിണ കവർ പീസിൽ നിന്ന് സ്ട്രിപ്പ് നീക്കം ചെയ്ത് പൂർണ്ണമായും തുറക്കുക. ഹൊറിസോണ്ടൽ പ്രസ് ലൈനിനൊപ്പം വലതുവശം ഒരുമിച്ച് സ്ട്രിപ്പ് മടക്കുക. ഒരു പിരമിഡ് പോലെ രൂപപ്പെടുന്ന ഡയഗണൽ പ്രസ് ലൈനുകളിൽ റോ എഡ്ജിൽ നിന്ന് 6 മില്ലിമീറ്റർ വിട്ട് സ്റ്റിച്ചിങ് ആരംഭിക്കുക. മറ്റേ അറ്റത്ത് നിന്ന് 6 മില്ലിമീറ്റർ വിടുക. ഇത് സുരക്ഷിതമായ തുന്നലുകൾ രൂപപ്പെടുത്തുന്നു. ഓരോ വശത്തും 6 മില്ലിമീറ്റർ സീം അലവൻസ് ശേഷിക്കുന്ന കോണുകളിൽ അധികമായി ട്രിം ചെയ്യുക. ക്ലിപ്പ് ടു പോയിന്റ് ഓപ്പൺ സീം അലവൻസുകൾ അമർത്തി മിറ്റഡ് കോർണർ വലതുവശത്തേക്ക് തിരിക്കുക. വീണ്ടും സ്ട്രിപ്പ് അതിന്റെ മധ്യഭാഗത്ത് മടക്കി കളയുക. തുടർന്ന് സ്ട്രിപ്പിൽ മിറ്റഡ് കോർണർ ദൃശ്യമാകും. തലയിണ കവർ പീസിന്റെ വലതുവശത്ത് സ്ട്രിപ്പ് പിൻ ചെയ്യുക. മറ്റു 3 കോണുകൾക്കായി കോർണർ നിർമ്മിക്കുന്ന പ്രക്രിയ ആവർത്തിക്കുക. നാല് അരികുകളിൽ തുന്നുക. അതായത് കോണുകൾക്ക് ചുറ്റുമുള്ള തുന്നലുകൾ ചെറുതാക്കുക. കോണുകൾ സീം അലവൻസ് ട്രിം ചെയ്യുക. കോർണർ മേക്കിങ്സ് എങ്ങനെ ചെയ്യാമെന്ന ഈ സെഷന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ് നമ്മൾ. നിങ്ങൾക്ക് ഇപ്പോൾ വ്യത്യസ്തങ്ങളായ കോർണറുകളും അവയുടെ സവിശേഷതകളും വിവരിക്കാൻ കഴിയും. ബാൻഡിങ്ങും ബയസ് ഫേസിങ്ങും ഉപയോഗിച്ച് മിറ്ററിംഗ് വിശദീകരിക്കാനും തൂവാലയുടെ കോർണറുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അറിയാനും സാധിക്കും. കൂടാതെ സ്ട്രിപ്പുകളുടെ കോർണറുകൾ മിറ്ററിംഗിലൂടെ തയ്യാറാക്കുന്നതിനുള്ള നടപടികളും വിശദമാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.